എല്ലാവർക്കും നമസ്കാരം. കുറെ ദിവസമായി ഒരു എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കുറെ ദിവസത്തിന് ശേഷമാണ് ഇന്നലെ ഒരു എപ്പിസോഡ് കാണുന്നത്. കണ്ടു അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എപ്പിസോഡ് കണ്ടു. അതിൽ ഒരു ടാസ്കിൽ സിജോയും ജാസ്മിനും തമ്മിലൊരു വഴക്കുണ്ടായല്ലോ, ഒരു സീലിന്റെ പ്രശ്നത്തിൽ. ഈ സീൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം, അതാദ്യം മനസ്സിലാക്കണം. എന്തായാലും സിജോ അവിടെ സംസാരിച്ചത് വളരെ വ്യക്തമാണ്. സീൽ അടിക്കുമ്പോൾ തെളിയണം മീൻസ് തെളിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില സീൽ അടിക്കുമ്പോൾ മങ്ങിയിരിക്കും, പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ സീൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ സീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കുള്ളത്. അപ്പോൾ ഒരു സീൽ അടിക്കുമ്പോൾ ആ സീലിൽ നമ്മൾ അടിക്കുമ്പം ആ കളർ കുറച്ച് കുറഞ്ഞാലും എഴുതിയിരിക്കുന്ന സാധനം വ്യക്തമാണ്. അപ്പൊ അവിടെ തന്നെ സിജോയുടെ വാദം ന്യായമായ വാദമായിരുന്നു. അങ്ങനെ അല്ല, മറ്റേ എന്തെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂ. മനസ്സിലായില്ല? എന്തെങ്കിലും കണ്ടാൽ മതി, എവിടെയെങ്കിലും ഒരു ഒരു റൗണ്ടിന്റെ ശകലം കിടക്കുന്നത് ആ സീല് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പിന്നെ ആ സീലെന്ന് കൂട്ടാനാണെങ്കിൽ പിന്നെ എനിക്ക് കൊള്ളാലോ, ഒരു മുക്ക് മുക്കിയിട്ട് അവിടെ ഇട്ട് ഇടിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ. അവിടെ ഇട്ട് ഈ പിന്നെ മുക്കി ഇടിക്കണ എന്തിന്? ഒരു മുക്കാ എവിടെ കൂടി ഇടിച്ചാലും ശകലമെങ്കിലും ഇങ്ങനെ റൗണ്ടിന് വരും. പിന്നെ അതുപോലെ അപ്പൊ അവളുടെ ന്യായീകരണ വശം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അവിടെ ബോധ്യമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ശകലം നമുക്ക് ഒരു പുറം ലോക ബന്ധം വേണം, എങ്കിൽ ഇതിനൊക്കെ ഉള്ള ബോധം വരത്തുള്ളൂ. അവിടെ സിജോ വാദിക്കുന്ന വാദം പക്കയാണ്. സീലാകുമ്പോൾ സീല് മനസ്സിലാവണം, അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് സീൽ എന്ത് കോക്കനട്ടിനാണ് പിന്നെ സീൽ വളരെ കറക്റ്റാണ്. എന്തായാലും അതിനുശേഷം ഇവർ രണ്ടുപേരും വാദിച്ചു. അതിൽ സിജോയ്ക്ക് ആദ്യമേ ഓൾറെഡി സിജോ പുറത്ത് പോകും എന്ന് സിജോയ്ക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ഞാൻ പുറത്ത് പോകും, പിന്നെ പോണ വഴികളെയും കൂടി കൊണ്ടങ്ങ് പോകാം എന്നുള്ള രീതിയിൽ സിജോ. എന്തായാലും അവിടെ ഋഷി സേഫാവുകയും ഈ പറയുന്ന സീലിന്റെ തർക്കത്തിൽ ക്യാപ്റ്റൻ എന്ന സ്ഥാനം അപ്പോ എടുത്ത സ്പോട്ടിൽ സിജോ ഇടുകയും ഞാൻ ക്യാപ്റ്റനാണോ ഞാൻ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ ഇടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് സിജോ നൈസായിട്ട് കാര്യം അവിടെ അവതരിപ്പിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സീൽ എന്ന് പറഞ്ഞാൽ സീലായിരിക്കണം, അല്ലാതെ സീൽ എന്ന് പറഞ്ഞാൽ വേറെ വല്ല ആയിരിക്കരുത്. ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ജാസ്മിൻ അവിടെ കിടന്ന് വാദിക്കണം. അവളുടെ ഭാഗം വാദിച്ച് തള്ളുകയാണ്. ഞാൻ മറ്റാണ്, മറിച്ചാണ്, ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, തൊലിയാണെന്ന് പറഞ്ഞ് കിടന്ന് വാദിക്കുന്നു. പക്ഷെ ഒരു ന്യായമില്ല. ഇപ്പൊ പ്രേക്ഷകർ ചിലപ്പോൾ നോക്കുമ്പോൾ അവള് കട്ടക്ക് നിൽക്കണോ വാദിക്കണ്. ആ വാദിക്കുന്ന കാര്യത്തിൽ കുറച്ച് ന്യായം വേണം. മനസ്സിലായോ? ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിലോ തെറ്റാണെങ്കിലോ നമ്മൾ അത് വാദിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് അതിൽ എന്തെങ്കിലും ന്യായം വേണം. മനസ്സിലായോ? ഇത് ഒരു ന്യായമില്ലാതെ കിടന്ന് ചുമ്മാ അവിടെ കിടന്ന് വഴക്ക് കൂടി മാസ് കാണിച്ച് അത് ബീജം ഇട്ട് വെളിയിറക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? അത് വെരി വെരി റോങ്. കാരണം അവിടെ ആ ഒരു വാദത്തിന്റെ ആവശ്യം ഒട്ടുമില്ല. സിജോ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. പിന്നെ അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് പട്ടിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു സാധനം ഞാൻ വിചാരിച്ചു ജിൻഡോ സ്പോട്ടിൽ പുറത്തു പോകുന്നു കേട്ടോ. ഞാൻ എപ്പിസോഡാണ് കണ്ടില്ല, ലൈവ് ഒന്നും കണ്ടില്ല. സ്പോട്ടിൽ ജിൻഡോ ബിഗ് ബോസ് പറയും ഫിസിക്കൽ അസോൾട്ട് ജിൻഡോ പുറത്തേക്ക് എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് സ്പോട്ടിൽ തീർന്നു. കാരണം ജിൻഡോ എങ്ങനെയെങ്കിലും പുറത്തു പോയാലല്ലേ മുല്ലപ്പൂവിനെ കപ്പ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് ജിൻഡോ സ്പോട്ടിലാക്കുമെന്ന്. അഭിഷേകമായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് പെട്ടെന്നുള്ള ഒരു ടെൻഡൻസിയിൽ ആളങ്ങ് തള്ളി, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി. എന്തായാലും ഞാൻ വിചാരിച്ചു വന്നടിയാവും ഇതിന്റെ പേരിൽ ജിൻഡോ കിട്ടി എന്ന് പറഞ്ഞ് ജിൻഡോ പിടിച്ച് പുറത്താക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതും പുറത്താക്കിയില്ല. പിന്നെ എപ്പിസോഡിൽ വേറെ പറയത്തക്ക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റിന് ശേഷം ഈ മുല്ലപ്പൂവും സിജോയും കൂടി അവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ വെറുതെ സോഫയിൽ അവിടെ ഇരുന്നും കൊണ്ട് ഭയങ്കര തർക്കം. അപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇവളിത് എന്താണ് ഇങ്ങനെ കിടന്ന് ഞാൻ കിടന്ന് വിളിക്കുന്നു. സിജോ അവന് അത്രയും ഫോഴ്സ്ഫുള്ളി അവന് സംസാരിക്കാനുള്ള ഒരു സാധനം വരുന്നില്ല. മനസ്സിലായ? അവളടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരുമാതിരി എന്തുവാടേ ഇത്, എനിക്ക് കണ്ടിട്ട് ഒരു എന്തോ പോലെ ഞാൻ കിടന്ന് ന്യായീകരിച്ച് നീ പുറത്തൊന്നല്ല ഞാനും പുറത്തൊന്നല്ല നീയും വരുത്തുന്നില്ല ഞാനും വരുത്തുന്നില്ല ഇങ്ങനെ കിടന്ന് വിളിക്കുന്നു. എന്തരട്ടെ കാണിക്കണത്? കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ മനുഷ്യന്? അയ്യേ. പിന്നെ അടുത്ത് നമ്മുടെ എപ്പിസോഡിൽ എടുത്തു പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു. അതിൽ നോറ വിജയിച്ചു. ഈ പറയുന്ന സീലടിയിൽ അർജുൻ വിജയിച്ചു. പക്ഷെ അത് ലാസ്റ്റുള്ള ഈ സായി അഭിഷേക് അവർ നീ അടിച്ചോടാ, അടിച്ചോടാ നീ അടിച്ചോടാ, അപ്പൊ ഞാൻ പൊട്ടനാ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ വിജയിച്ചു പോകുന്നുണ്ട് ആ ടാസ്കിൽ. ഓക്കെ ഫൈൻ. അതിനുശേഷം ആദ്യത്തെ ടാസ്കിൽ ഫ്ലവർ വൈസ് വെച്ചിട്ട് കാലും ഇങ്ങനെ ചവിട്ടി വെച്ചുകൊണ്ടിരിക്കണം. എന്റെ മോനെ, അത് നമ്മളെ ഈ വീഡിയോയിലിരുന്ന അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണുമ്പോൾ ഇതൊക്കെ എന്ത് നമുക്ക് ചുമ്മാ ചെയ്ത് തീർക്കാം എന്ന് തോന്നുന്നു. സത്യം എനിക്കും തോന്നി. പക്ഷേ അതങ്ങനെയല്ല. ഞാൻ തോന്നി ഇവന്മാരെന്താ ഇതൊക്കെ ചുമ്മാ ചീള് പോലെ നിൽക്കാൻ. പക്ഷെ കുറെ കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയാണ് നോറ 2 മണിക്കൂർ താണ്ടിയത്. ഞാൻ 5-10 മിനിറ്റ് നിന്നാൽ മതിയെന്ന്.
നോക്കിയപ്പോൾ 2 മണിക്കൂർ താണ്ടിപ്പോയെന്ന് നോറ. ഞാൻ എൻ്റെ കിളി പറഞ്ഞു, 2 മണിക്കൂർ ഇങ്ങനെ വന്നാ. പണ്ട് സ്കൂളിലൊക്കെ പിടിച്ച് കൈ പൊക്കി നിർത്തുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ കൈയും കാലുമൊക്കെ കഴിക്കും. അത് അത്രേ ഉള്ളൂ. ഇതിപ്പോ 2 മണിക്കൂർ ഈ ഫ്ലവർ റൈസും ചവിട്ടി നോറ നിന്ന്. വേറെ ലെവൽ മോനെ, വേറെ ലെവൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊരു കല തന്നെ. എന്നിട്ട് ഓരോരുത്തരും വന്ന്, സായി കുറെ നേരം, സായി 1 മണിക്കൂർ 1.25 മണിക്കൂർ എങ്ങാണ്ട് നിന്ന്. പിന്നെ ഋഷി ഏതാണ്ട് കുറെ നേരം നിന്ന്. എത്രയോ 1.5-2 മണിക്കൂർ അടുപ്പിച്ചാറ് എന്തോ ഒക്കെ നിന്നു. അങ്ങനെ കുറെ എല്ലാവരും അങ്ങനെ നിന്നു. പക്ഷെ അതില് നോറ മാത്രം 2.25 മണിക്കൂർ നിന്നത്. എൻ്റെ മോനെ, അവക്ക് തന്നെ അത്. ജാസ്മിനൊക്കെ ഭയങ്കര പുലിയെന്നല്ലേ നിങ്ങൾ ആർമിക്കാര് പറയണേ? എവിടെ പോയി കാണാനില്ലായിരുന്നല്ല പുപ്പുലി എവിടെ പോയി? 4 മിനിറ്റ് 1 മിനിറ്റ് 10 സെക്കൻഡ് എന്തൊക്കെയല്ലേ നിന്നോളൂ. 6 മിനിറ്റിന്റെ അകത്ത് എന്തല്ല അവള് നിന്നത്. നിങ്ങൾ പുപ്പുലികളെന്ന് പറയുന്ന ആൾക്കാർ എവിടെ പോയി എന്ന് കാണാനില്ലേ? ഫ്ലവർ റൈസ് ചവിട്ടി പിടിക്കുക, ഇതാണ് വരയുന്നത്. അവിടെ കിടന്ന് വായത്താളം അടിച്ചാൽ പോലെ ഇതുപോലത്തെ കാര്യങ്ങളിൽ മാസ് കാണിക്കണം. നോറോടെ മരണമാസം കാണിച്ചെന്ന് പറഞ്ഞു. സായിക്കാണെങ്കിൽ നട്ടൽ വേദന ഉൾപ്പെടെ ഉള്ളതാണ്. അവൻ വരെ അടിപൊളിയായിട്ട് പിടിച്ചു നിന്നു. ഇവക്ക് എന്ത് ഒരു ഇതുമില്ലല്ലോ. പിന്നെ സിജോ, അവനും മാക്സിമം പിടിച്ചു നിന്നപ്പോഴാണ് മറ്റേ കാല് കയറി വെച്ചത്. അവനും തേഞ്ഞത് 6 മിനിറ്റ് കണ്ടെന്ന് തോന്നണം അല്ലേ, അത് ഒരു സീനിൽ. പിന്നെ അർജുൻ, അവൻ നല്ല എഫർട്ട് എടുത്ത് നിന്ന് കേട്ടോ. അവൻ ചത്ത് നിന്ന് അർജുൻ. അവൻ മറ്റേ അവൻ്റെ നെയ്യളവണ രീതിയിൽ അവൻ നന്നായിട്ട് നിന്ന്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നോറ 1 ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിന്നു. നോറ 3 പോയിന്റ് നേടി. അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, നോറ അത് കലക്കിയെന്ന് തന്നെ പറയാം. അതിൽ അവൾ അർഹതയാണ്. അത് ഞാൻ നമ്മൾ ഈ കാണുന്നത് പോലെ ഒട്ടും എളുപ്പമുള്ള സാധനമല്ല. പിന്നെ ജിൻഡോയൊക്കെ പെട്ടെന്ന് തന്നെ തട്ടി മുട്ടി അങ്ങ് പോയി. ജിൻഡോയ്ക്കൊക്കെ ബോഡി കിടക്കില്ല, നിൽക്കാൻ അത്ര ലോഡ് ചെയ്തൊന്നും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ബോഡി ഉള്ളവന്മാർക്കല്ലേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഋഷി കുറേ നേരം, ഋഷിയൊക്കെ ചുമ്മാ കൂളായിട്ട് ഇങ്ങനെ ഉണ്ട്. അവസാനം കൊണ്ടിട്ടാണ് പോയത്. നോറയാണ് ഇങ്ങനെ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നോറ ഇത്രയും ഇതായിട്ട് നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷയില്ല. അവസാനം ഞാൻ എൻ്റെ ക്ലീം 2.25 മണിക്കൂർ കലക്കിയത്. അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ ശ്രീതു ഒക്കെ 1/2 മണിക്കൂർ 20 മിനിറ്റ് എങ്ങാണ്ട് നിന്നെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് പോയി. നിങ്ങളുടെ മുത്തുമണി എവിടെ പോയി? മുല്ലപ്പൂ ആർമിക്ക് എന്ത് പറ്റി? BGM ഇടാൻ പറ്റിയില്ല. BGM ഇടാമായിരുന്നു. ഫ്ലവർ റൈസ് താഴെ വീഴുന്നത് സ്ലോ മോഷനിൽ എടുത്തിട്ട് BGM കയറ്റിയിടായിരുന്നു. അയ്യോ, കഷ്ടം. പിന്നെ വേറെ എപ്പിസോഡിൽ പറയത്തക്ക ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവയല്ലേ, അവൻ്റെ പേരെന്തോന്ന്, അഭിഷേകും ജിൻഡോ തമ്മിലുള്ള ഫൈറ്റ്, അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ വിചാരിച്ച് ജിൻഡോ സ്പോട്ടിൽ തെറിച്ച് വെളിയിൽ പോയി അവനെ പിടിച്ച് പുറത്താക്കി കഞ്ഞിയും പാത്രം ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നന്ദനെ അത്യാവശ്യം പിടിച്ചു നിന്നു. കുറച്ച് നേരമൊക്കെ അത്യാവശ്യം കുറേ നേരമൊക്കെ നിന്നു. വേറെ പിന്നെ എടുത്ത് പറയത്തക്ക സാധനങ്ങളൊന്നും എപ്പിസോഡിലില്ല. പിന്നെ നമ്മുടെ ഞാൻ വിചാരിച്ച സ്പോട്ടിൽ ജിൻഡോ പുറത്തേക്ക് എന്നുള്ള സാധനം, ഫിസിക്കൽ അസാൾട്ട്, ആ സാധനം എടുത്തിട്ട് ജിൻഡോ അടിച്ച് പുറത്താക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. എന്തായാലും നല്ല കാര്യമായി. അല്ലെങ്കിൽ അറിയാമല്ലോ പിന്നെ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഇനി ചിലപ്പോൾ ഇനി ആലോചിച്ച് പറക്കിയിട്ട് ലാലേട്ടൻ വന്നിട്ട് അടുത്ത വീക്കെൻഡിൽ പിടിച്ചിട്ട് ജിൻഡോ ഫിസിക്കൽ അസാൾട്ട് ജിൻഡോ പറ്റത്തില്ല, യെല്ലോ കാർഡൊന്നും പറ്റത്തില്ല, നീ നേരെ പുറത്തേക്ക്, ഇനി വേറെ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാം വരും കാലം ദിവസങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ വീതിയുള്ളൂ. എന്തായാലും എപ്പിസോഡ് കുറേ ദിവസത്തിന് ശേഷം കണ്ട എപ്പിസോഡ് കുറച്ചൊന്ന് ജസ്റ്റ് ഓടിച്ച് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. പോയിന്റ്സുകളൊക്കെ ആൾക്കാർക്ക് കിട്ടി. നോറയ്ക്ക് 3 പോയിന്റ് കിട്ടി, പിന്നെ അർജുന് 3 പോയിന്റ് കിട്ടി, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടി, 1ഉം 2ഉം ഒക്കെ വെച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.